ഖിദർ നബി അലൈഹിസ്സലാം ചെയ്ത 3 കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടാത്തത് കൊണ്ട് ലാഹിർ ശരീഅത്ത് പ്രകാരം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ദൃഷ്ടിയിൽ അത് തെറ്റായപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാമിനെ ചോദ്യം ചെയ്തു. ഒന്ന്, കപ്പലോട്ടയാക്കിയത്; രണ്ടാമത്തേത് ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയത്; മൂന്നാമത്തേത് ഭക്ഷണവും വെള്ളവും ചോദിച്ചിട്ട് തരാത്ത വീട്ടുകാരുടെ മതിൽ ശരിപ്പെടുത്തിയത്. ഇതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, നമുക്ക് വേർപിരിയാനുള്ള സമയമായി. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതുവരെ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി എനിക്ക് ബോധ്യപ്പെടുത്തി തരണം. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം സഹാബത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അവരുടെ ആ യാത്ര പിന്നെയും തുടർന്നിരുന്നെങ്കിൽ ഒരുപാട് സംഭവങ്ങളെ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ ഖിദർ നബി അലൈഹി ഇസ്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റും കുറ്റവുമാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അവർ വേർപിരിയുന്ന അവസ്ഥയിലെത്തി. മൂസാ നബി അലൈഹി ഇസ്ലാം അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെടുന്നു. ഖിദർ നബി അലൈഹി ഇസ്ലാം അത് വിശദീകരിക്കുകയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് ഇങ്ങനെ: أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. കാശൊന്നും വാങ്ങാതെ നമ്മളെ യാത്രക്ക് അനുവദിച്ചു തന്ന കപ്പൽ, ആ കപ്പലിനെ ഓട്ടയാക്കിയത് എന്താണ് എന്നായിരുന്നു ചോദ്യം. അമ്മ സഫീനത്തു, കപ്പലിൻ്റെ കാര്യം, ഫക്കാനത്തിൽ മസാക്കീന യഅമലൂന ഫിൽ ബഹർ, അത് കടലിൽ ജോലി ചെയ്യുന്ന സാധുക്കളായ കുറച്ച് ആളുകൾക്കുള്ള കപ്പലാണ്. ഫഅറത്തു അൻ അഈബഹ, ഞാൻ അതിനെ അയബാക്കാനുള്ള കാരണം, ഞാനതിനെ ഓട്ടയാക്കാനുള്ള കാരണം, അടിഭാഗത്ത് ഓട്ടയാക്കി വെള്ളം പ്രവേശിക്കുന്ന വിധത്തിലായി അതിന് ഒരു മരക്കഷ്ണം കൊണ്ട് താൽക്കാലികമായി അടവ് വരുത്തിയാണ്. അതിലൂടെ വെള്ളം വരുന്ന രംഗം കണ്ടപ്പോൾ ആ കപ്പൽ കരക്ക് പ്രാപിച്ചു. അവരതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആ കപ്പൽ ഓട്ടയാക്കാനൊരു കാരണമുണ്ട്. എന്താണ്? വകാന വറാഅഹും മലികുൻ യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ, നമ്മൾ സഞ്ചരിച്ചിരുന്ന ആ കപ്പലിൻ്റെ വേക്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി വരുന്നുണ്ട്. അദ്ദേഹം നല്ല കപ്പലൊക്കെ നോക്കിയിട്ട് പിടിച്ചടക്കുകയാണ്, കവർച്ച ചെയ്യുകയാണ്. ബലാത്കാരമായി അത് പിടിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ പ്രഥമ ദൃഷ്ടിയിൽ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു ദ്വാരം കാണുമ്പോൾ, ഓട്ടക്കപ്പൽ, ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സാധുക്കളുടെ കപ്പലങ്ങ് ഒഴിവാക്കിയിട്ട് പോകണം, അതിനുവേണ്ടിയാണ് ഞാനതിനെ ഓട്ടയാക്കിയത് എന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് ഖിദർ നബി അലൈഹിസ്സലാമിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞാൽ പോരെ, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഖിദർ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ അവർ എങ്ങനെ നമ്മളെ വിശ്വസിക്കുന്നു? നമ്മളെവിടുന്ന് കയറിയ 2 യാത്രക്കാരല്ലേ, ബാക്കിൽ കുറച്ച് ആൾക്കാർ, രാജാവ് വരുന്നുണ്ട്, നിങ്ങളെ കപ്പൽ കാട്ടുണ്ടാകാൻ പോവാണ്, ബലാത്കാരമായി പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ച് വല്ല പരിചയവും വേണ്ടേ? നമ്മൾ സാധുക്കളായിട്ടല്ലേ ഇതിൽ കയറിയത്. പിന്നെ നമ്മളുടെ നുബുവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഅ്ജിസത്തൊക്കെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കാൻ എനിക്കറ്റ അനുമതിയുമില്ല.
എന്നെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്, അത് ഞാൻ പറയുമ്പോൾ വെളിപ്പെടുത്തിയാൽ മതി എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു നബിയാണ് എന്ന് ആരോടും ഞാൻ പറയുന്നില്ല, എനിക്കങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ പരസ്യ പ്രബോധനം നടത്തുന്ന ഒരു പ്രവാചകൻ, നിങ്ങൾക്കതിന് അനുമതിയുണ്ട്, എനിക്കങ്ങനെ അനുമതിയില്ല. ഖിദർ നബി അലൈഹി ഇസ്ലാം ഇപ്പോഴും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ നമ്മളാരും കാണുന്നില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉള്ള സമയത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ലോക മുസ്ലിമീങ്ങൾ ചെയ്യുന്ന നടപടിക്രമങ്ങൾ അത് ഒരു പ്രമാണമാണ് എന്ന് പറയാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന്. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതിന് ആയത്ത് ഓതി കൊടുത്തു, വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. മുസ്ലിങ്ങൾ ഇതുവരെ ചെയ്തു വരുന്ന നടപടിക്രമങ്ങൾക്ക് എതിരായി ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അത് ചെയ്യാനുള്ള അവസരം ദുനിയാവിൽ നമ്മൾ താൽക്കാലികമായി കൊടുത്താലും അവസാനം അവൻ നരകത്തിലെത്തിപ്പെടും. ആ നരകം വളരെ മോശമായ സങ്കേതമാണ് എന്ന ഖുർആനിക സൂക്തം ഇജ്മാഉൽ ഉമ്മ, ലോക മുസ്ലിമീങ്ങൾ ഇതുവരെ ചെയ്തു വരുന്ന നടപടിക്രമം ഒരു പ്രമാണമാണ് എന്നതിന് ഖുർആനിന്റെ വെളിച്ചത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുത്തു. ഇങ്ങനെയൊക്കെ വളരെ തുച്ഛമായ ചില ആളുകൾ മാത്രമാണ് ഖിദർ നബി അലൈഹി ഇസ്ലാം ഞാനൊരു നബിയാണ്, ഞാൻ ഖിദറാണ് എന്ന നിലക്ക് കാണുന്നുള്ളൂ. അപ്പൊ നിങ്ങളെപ്പോലെ ഒരു പരസ്യമായ പ്രബോധനം നടത്താൻ എനിക്ക് അനുമതിയില്ലല്ലോ, അതുകൊണ്ട് അത് കാണിച്ചില്ല. തൽക്കാലം ആ സാധുക്കളെ രക്ഷപ്പെടുത്തുമ്പോൾ അതിനിപ്പോൾ അതേ വഴിയുള്ളൂ ഞാൻ നോക്കിയിട്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ കപ്പൽ ഓട്ടയാക്കി. അവര് ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന രാജാവ് ഒന്ന് നോക്കിയപ്പോൾ കപ്പൽ ഓട്ടയായി കണ്ടു, ഒരു രക്ഷപ്പെട്ടു. ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ നമ്മൾ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു കുട്ടിയെ കൊന്നല്ലോ, അതിൻ്റെ കാര്യം എന്തായിരുന്നു? അപ്പോൾ പറഞ്ഞു, വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ. കുട്ടിയെ കൊന്നത്, അമ്മൽ ഗുലാമു കുട്ടിയെ കൊല്ലാനുള്ള കാരണം ഫകാന അബവാഹു മുഅ്മിനൈനി, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ല മനുഷ്യന്മാരാണ്, വിശ്വാസികളായ രണ്ടാൾക്കാരാണ്. ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ, ഈ കുട്ടിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് കുട്ടിക്ക് വഴിപ്പെട്ട് കുട്ടി വഴികേടിലായി അവസാനം മാതാപിതാക്കളെയും തെറ്റിച്ചു കളയുമോ എന്നെനിക്ക് പേടിയായി. അതുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ കൊലപ്പെടുത്തി, മറിച്ച് പകരം ഫാറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ, പകരം ഈ കുട്ടിയേക്കാൾ നല്ല സൗന്ദര്യമുള്ള, മാതാപിതാക്കളോട് വാത്സല്യമുള്ള ഒരു നല്ല കുട്ടിയെ കൊടുക്കാൻ പടച്ചവൻ കൊടുക്കണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഉണ്ടോ? ഒരു വലിയന് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള അധികാരമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫഅറദ്ന, നമ്മൾ ഉദ്ദേശിച്ചു, അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻ, ഈ കുട്ടിയേക്കാൾ നല്ല ഒരു കുട്ടിയെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇത് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അല്ല അതിന് കുട്ടിപ്പോ ഇപ്പോഴല്ലല്ലോ തെറ്റുകാരൻ, ഭാവിയിൽ തെറ്റ് ചെയ്യുന്നതിന് ഇപ്പോഴേ കൊല്ലേണ്ട കാര്യമുണ്ടോ? ഈ കുട്ടി ഇനി പിഴച്ചു പോകും, എന്നിട്ട് മാതാപിതാക്കളെ തെറ്റിക്കും, അതിനിപ്പോൾ തന്നെ എന്താണ് ആ കുട്ടിയെ കൊലപ്പെടുത്തേണ്ട കാര്യം? അപ്പൊ ഇത് ചെയ്താൽ പോരെ? അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, അല്ലാഹു തആല സത്യത്തിൽ നിങ്ങൾക്കൊരു സന്ദേശമാണ് ഈ സംഭവത്തിലൂടെ കാണിച്ചു തരുന്നത്. എന്താ സന്ദേശം? നിങ്ങൾ തൗറാത്ത് വാങ്ങാൻ പോയി, പ്രബോധനം നടത്താനും സമൂഹത്തെ നന്നാക്കാനും ഒക്കെ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ട് പോയി, ഇല്ലേ? അതെ. തിരിച്ചു വന്നപ്പോൾ ആ സമൂഹത്തിൽ നിങ്ങൾ കണ്ട കാഴ്ചപ്പാട് എന്തായിരുന്നു? ഒരു പശുവിനെ ആരാധിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ
ഇസ്രായേല്യരെല്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത എല്ലാം പശുക്കുട്ടിയെ ആരാധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവരിൽ സാമിരി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. സാമിരി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾപ്പെട്ട ആളാണ്. ഇത്തിരി വിദഗ്ധനായ ആളാണ്. കുറച്ച് കിസ്മത്ത് പണിയൊക്കെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിലേക്ക് ജിബ്രീൽ വന്നപ്പോൾ ആ ജിബ്രീലിന്റെ കാൽപാദം പതിഞ്ഞ ആ മണ്ണിന് പവറുണ്ട് എന്ന് സാമരിക്ക് മനസ്സിലായി. സാമരി ആ മണ്ണ് മാത്രം ഒരുമിച്ച് കൂട്ടി പശു കുട്ടി ഉണ്ടാക്കിയിട്ട് ആ പശുവിന് ജീവൻ കൊടുത്തു. അപ്പൊ ഈ പശു നമ്മുടെ ആരാധ്യനാണെന്ന് ഇലാഹാണെന്നും പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ചു. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ ഇല്ല. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അത്ര ഒരു ഇംപ്ലിമെന്റിന് പവറില്ലായിരുന്നു. ഏതായിരുന്നാലും മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വന്നപ്പോൾ പശുക്കുട്ടിയെ ആരാധിക്കുന്ന രംഗമാണ് കണ്ടത്. നിങ്ങളപ്പോൾ ദേഷ്യം പിടിച്ചില്ലേ ഹാറൂൻ നബിയോട്? നിങ്ങൾ മുമ്പേ താടിക്ക് പിടിച്ചില്ലേ, മുടിക്ക് പിടിച്ചില്ലേ, തൗറാത്ത് നിങ്ങൾ എറിഞ്ഞില്ലേ? ദേഷ്യം കൊണ്ട് നിങ്ങൾ ചൂടായില്ലേ ഹാറൂൻ നബിയോട്? അതൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സാമരിയെ കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു. സാമരി മോശമാണെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ ആ സാമരിയുടെ കൂടെ ഈ ജനങ്ങളെ താമസിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായി. തിരിച്ചു വന്നപ്പോൾ സാമരിയുടെ അതേ ആശയം ജനങ്ങൾക്ക് മൊത്തത്തിൽ പകർന്നുപോയി. അവര് പശുക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? സാഹചര്യം ഒരു മനുഷ്യനെ എത്ര വഴിതെറ്റിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ചിത്രം അല്ലാഹു തആല നിങ്ങളെ പഠിപ്പിക്കാനാണ് സത്യത്തിൽ ഈ കുട്ടിയെ ഞാൻ കൊലപ്പെടുത്തിയത്. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കണം. അതിനു വേണ്ടിയാണ് ഈ കുട്ടി സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപിഴച്ചു പോകും. സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ഈ കുട്ടി അമിതമായി സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അവസാനം അവരും വഴിപിഴച്ചു പോകും. ഇപ്പൊ ഞാൻ അവർ കൊലപ്പെടുത്തിയതുകൊണ്ട് ആ കുട്ടിയും രക്ഷപ്പെട്ടു, മാതാപിതാക്കളും രക്ഷപ്പെട്ടു. അത് അവരുടെ നന്മയാണ് മൂസാ നബി എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം ഇതെല്ലാം കൂടി കേട്ടിട്ട് അന്താടിച്ചു പോയി. ഇതെല്ലാം എങ്ങനെയാണ് ഇദ്ദേഹം അറിയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീന അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ. മാതാപിതാക്കളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് മതഭ്രഷ്ട് കൽപ്പിക്കാൻ വരെ ഈ കുട്ടി കാരണത്താൽ സാഹചര്യമുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ കുട്ടിയെ കൊലപ്പെടുത്തി. പകരം ഫാറദ്ന അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു. ഈ കുട്ടിയേക്കാൾ ഉത്തമനായ ഒരു കുട്ടിയെ അള്ളാഹു കൊടുക്കട്ടെ. സകാത്തൻ വഖറബ റഹ്മാ. നല്ല പരിശുദ്ധിയുള്ള കുട്ടി, നല്ല വാത്സല്യവും സ്നേഹവുമുള്ള കുട്ടി, അത് അള്ളാഹു കൊടുക്കണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ശരി, എന്നാ പിന്നെ വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്ത വീട്ടുകാരുടെ മതിൽ നന്നാക്കാൻ പോയത് എന്തിനാണ്? അമ്മൽ ജിദാറു فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا. മതിലിന്റെ കാര്യം പറഞ്ഞാൽ ഈ മതിലിന്റെ ചോട്ടിൽ ഈ രാജ്യത്ത് താമസിക്കുന്ന രണ്ട് കുട്ടികൾക്കുള്ളതാണ്. ഈ മതിൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് താമസിക്കുന്ന ഈ നാട്ടിലുള്ള രണ്ട് യതീം കുട്ടികൾക്കുള്ള മതിലാണ് ഇത്. പിന്നെയോ വകാന തഹ്തഹു കൻസുൻ ലഹുമാ. നിങ്ങൾ കാണുന്നത് മതിലാണെങ്കിലും ഈ മതിലിന്റെ ചോട്ടിൽ ഒരുപാട് നദികളെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വകാന അബൂഹുമാ സ്വാലിഹാ. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ നല്ല മനുഷ്യരായിരുന്നു. അപ്പോഴോ ഫാറാദ റബ്ബുക യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ റഹ്മതം മിൻ റബ്ബിക. പ്രായപൂർത്തി എത്തിയതിന് ശേഷം ഈ കുട്ടികളുടെ ഈ സ്വർണ്ണനിധികളെല്ലാം കുട്ടികൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് വാപ്പായുടെ പിതാവ് അതാ മതിലിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടതായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള ആളുകളോട് വസിയത്തിലെഴുതി. ആ വസിയത്ത് ഒരു കടലാസിൽ എഴുതി. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടികൾ പ്രായപൂർത്തിയാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഈ കത്ത് ആ കുട്ടികളെ ഏൽപ്പിക്കണം. അടുത്ത കുടുംബക്കാരായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്.
ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഈ കുട്ടികൾ ആ മതിൽ പൊളിച്ച് ആ സ്വർണ്ണക്കനിയെല്ലാം എടുത്തതിന് ശേഷം വേണ്ടതുപോലെ അവർ വിനിയോഗിച്ചു കൊള്ളും. അതെല്ലാം ഞാൻ കത്തിലെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികളുടെ പിതാവ് മരിക്കുന്ന സമയത്ത് ഒരു കത്തെഴുതി ആ വസീയത്ത് തൊട്ടടുത്തുള്ള അടുത്ത കുടുംബക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത് ഇപ്പൊ താൽക്കാലികമായി ഈ മതിലും ഈ വീടും ഈ പരിസരവും ഒക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന്റെ അവകാശി യതീമീങ്ങളായ 2 കുട്ടികളാണ്. ആ മതിലിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ സ്വർണം കാണുന്നുണ്ടായിരുന്നു, നിധി കാണുന്നുണ്ടായിരുന്നു. അത് ജനങ്ങൾ എടുത്ത് അന്യാധീനപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ആ മതിൽ ഞാൻ പൊളിച്ച് പിന്നെയും പുനർനിർമ്മാണം നടത്തിയത് എന്ന് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം വിവരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കണം, ഒരുപാട് പാഠങ്ങൾ മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം ഇതിലൂടെ പഠിക്കുകയാണ്. ആ സമയത്ത് എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ സത്യത്തിൽ ഈ വസിയത്തെല്ലാം ഏൽപ്പിച്ച ആ മനുഷ്യനുണ്ടല്ലോ, ഇത് മറന്നുപോയിരിക്കുകയാണ്. നിങ്ങൾ ഏതായാലും അന്ത്വാക്കിയയിലൂടെ നടന്നു പോകുമ്പോൾ ഈ മതിലിന്റെ ഈ കത്തിന്റെ സൂക്ഷിപ്പുകാരനായ ആളെ നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് ഇങ്ങനെയുള്ള വസിയത്ത് അവരെ ബോധ്യപ്പെടുത്തണം. കുട്ടികൾ വലുതായാൽ ആ കത്തും ഈ മുതലും സ്വത്തും ഭൂമിയും ഒക്കെ ആ കുട്ടികളെ ഏൽപ്പിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് വേർപിരിയുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം വസിയത്തിലെഴുതും. എന്തിനു വേണ്ടിയാണ് വാപ്പ ഈ കുട്ടികൾക്ക് ഈ സ്വർണ്ണനിധി ഒരുക്കി തയ്യാറാക്കി വെച്ചത്? പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അവര് പള്ളി ഉണ്ടാക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന എനിക്കും ഒരു ഗുണമാകുമല്ലോ, അവർക്ക് മാത്രമല്ല എനിക്കും അത് ഒരു ഗുണമാകും. അതുകൊണ്ട് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഈ കുട്ടികളുടെ വല്യപ്പ ഒരുക്കി തയ്യാറാക്കി വെച്ച സ്വത്ത് അന്യാധീനപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ മന്ദിര നിർമ്മാണം നടത്താൻ നിങ്ങളെ നിർബന്ധിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം സമ്മതിക്കുകയാണ്. വമാ ഫഅൽതുഹു അൻ അംരി ذلك تأويل ما لم تستطع عليه صبرا. ഈ ചെയ്തതൊന്നും എൻ്റെ കാര്യം കൊണ്ട് ചെയ്തതല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തിട്ടുള്ളതാണ്. ദുന്യായ വിവരങ്ങൾ ഓരോ നിമിഷങ്ങളിലും എന്ത് ചെയ്യണമെന്ന് അള്ളാഹു കൽബിൽ ഇങ്ങനെ ഇൽഹാം ഇട്ട് കൊടുക്കുകയാണ്. അതടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അത് അംഗീകരിച്ചു. 2 പേരും സലാം പറഞ്ഞ് പിരിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരുടെ യാത്ര തുടർന്നിരുന്നെങ്കിൽ ഈ സമൂഹത്തിന് ഒരുപാട് ഉപകാരമുണ്ടാകുമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഈ ഉപദേശവും വിശദീകരണവും എല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ ഞാനിപ്പോൾ ഈമാനിക പരിവേഷമുള്ള ആളായി മാറിയിരിക്കുകയാണ്. മൂസാ നബി ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, നീ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും അതൊന്ന് കാണാൻ എനിക്ക് കൊതിയുണ്ട്. അള്ളാഹു തആല ചോദിച്ചു, ഇബ്രാഹിം, എനിക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട് പടച്ചവനെ, ഉണ്ട്, എന്നാലും കാണുമ്പോൾ ഉണ്ടാവുമല്ലോ കുറച്ചുകൂടെ ഒരു ഈമാനുടെ ഒരു ഫലം കിട്ടല്. ഞങ്ങളൊരു കാര്യം ചെയ്യും, 4 പക്ഷികളെ പിടിച്ചോളി എന്ന് പറയും. 4 പക്ഷികളെ പിടിച്ചു, എന്നിട്ട് അതിനെല്ലാം കഷ്ണമാക്കാൻ പറഞ്ഞു. ഓരോന്നിനെ ഓരോ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. ആ പക്ഷികളുടെയൊക്കെ പേരെടുത്ത് ഇങ്ങനെ വിളിച്ചപ്പോൾ ആ പക്ഷികൾ ഇങ്ങനെ ജീവൻ വെച്ച് പറന്നു വരുന്ന രംഗം ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് നിന്റെ കഴിവ് ഒന്നുകൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സംഭവത്തെ മൂസാ നബി അലൈഹിസ്സലാം അനുസ്മരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഈമാനിന് ഒരു ഉറപ്പുണ്ടായതുപോലെ എനിക്കും ഇപ്പോൾ പ്രവർത്തന ഗോതയിൽ ഇറങ്ങാൻ ഒരല്പവും കൂടെ ആത്മവീര്യം നേടിയിരിക്കുകയാണ്. വളരെയേറെ നന്ദിയുണ്ടെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമും ഖിദർ നബി അലൈഹിസ്സലാമും അവിടുന്ന് വേർപിരിയുകയാണ്. നിങ്ങൾക്കിതുവരെ ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ വ്യാഖ്യാനമാണ് ഇതെല്ലാം എന്ന് ഖിദർ നബി അലൈഹിസ്സലാം വിവരിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധമായ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാന്. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാന്. നാഫിയായ ഇൽമുകൾ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാന്. ഇൽമു പഠിക്കാനുള്ള ബുദ്ധിയും ഫഹ്മും അഖ്ലും കാമിലായ അദബും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാന്. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങൾ പഠിച്ചതെല്ലാം ഞങ്ങൾക്ക് നീ ഉപകാരപ്പെടുത്തണേ റഹ്മാന്. ഞങ്ങളുടെ തഖ്വ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാന്. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാന്. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനങ്ങൾക്ക് കാരണക്കാരായി ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം ഇതിൻ്റെ മിഥിൽ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാന്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാന്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم وفقنا فيه للصيام والقيام وتلاوة القرآن. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.